അയാൾ അങ്ങനെ ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ആ പാട്ടുകാരിയും അവളുടെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയും കൂടിയിട്ട് ആ ഒരു സ്റ്റുഡിയോയിലേക്ക് അങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ കയറി വരുന്ന സമയത്ത് തന്നെ ഈ പെണ്ണ് ഭയങ്കര അഹങ്കാരം കാണിച്ചിട്ടൊക്കെയാണ് വരുന്നത്. മറ്റേ ആ സ്ത്രീ ഇങ്ങനെ വാതിൽ തുറന്നു കൊടുത്തും അങ്ങനെ ഇരിക്കാൻ പറഞ്ഞൊക്കെ അവളെ അവിടെ ഇരുത്തിയിട്ട് ആ ഒരു അസിസ്റ്റൻ്റ് അവളോട് പറയുന്നുണ്ട്, ഞാൻ അവരെ കണ്ടിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്നൊക്കെ. ഇങ്ങനെ ഒരു തമിഴെത്തിയാണ്, അപ്പോൾ അവൾ തമിഴിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇവർ നേരെ പോയിട്ട് ആ ഒരു റെക്കോർഡിങ് ആളുകളോടൊക്കെ പോയിട്ട് പറയുന്നുണ്ട്, അതേ മാഡത്തിന് 11:30 തിരിച്ചു പോകാനുള്ളതാണ്, ഫ്ലൈറ്റ് ഉണ്ട്, അപ്പോൾ അതിന് മുന്നേ തന്നെ റെക്കോർഡ് കഴിയണം എന്നൊക്കെ ഇങ്ങനെ പറയണം അവരോട്. അപ്പോൾ അവർ ആ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്റ്റുഡിയോയിലുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ നേരെ ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് അങ്ങ് വന്നിട്ട് ഈ പാട്ടുകാരനോട് ഇങ്ങനെ പാട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതെ, ഇതിനെക്കുറിച്ചൊക്കെയാണ് പാട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ ഈണം ശ്രദ്ധിക്കണം, അത് പിന്നെ ഈ ഒരു ഫീല് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ പെണ്ണിന് ഇവരുടെ ഈ അഡ്വൈസ് ഒന്നും തീരെ പിടിക്കുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം പാട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ ആ ഒരു അഡ്വൈസ് ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ ആ പെണ്ണ് വെറുതെ ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടൊക്കെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഈ പെണ്ണിൻ്റെ അഹങ്കാരമൊക്കെ കണ്ടിട്ട് അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അയാൾ നേരെ പോയിട്ട് ആ ഒരു മ്യൂസിക് ഡയറക്ടറോട് വന്നിട്ട് പറയുന്നുണ്ട്, ഭയങ്കര അഹങ്കാരമാണ് സാറേ, നിലത്തൊന്നും അല്ല നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. വടുക്കത്തെ ജാടയും എന്നൊക്കെ ഇങ്ങനെ ഇയാൾ ആ ഒരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ ഈ മ്യൂസിക് ഡയറക്ടറോട് പറയുന്ന സമയത്ത് ആ മ്യൂസിക് ഡയറക്ടർ പറയുന്നുണ്ട്, ആ അഹങ്കാരമൊക്കെ എന്തായാലും കുറച്ച് കാണും, കാരണം ഈ സൗത്ത് ഇന്ത്യയിൽ പാടിയ പാട്ട് മൊത്തം ഹിറ്റാണ് അവളുടെ. ഇനിയാണെങ്കിൽ ബോളിവുഡിലേക്കാണ് അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത്, പിന്നെ ലോകങ്ങളില്ല, കാണാത്ത രാജ്യങ്ങളില്ല. അപ്പോൾ പിന്നെ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നീ വിട്ടുകള, അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം. എന്നിട്ട് ആ മ്യൂസിക് ഡയറക്ടർ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഡയറക്റ്റായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലിറിക്സും കൊണ്ട് ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ പെണ്ണ് അങ്ങനെ ഒരാൾ വരുന്നതൊന്നും മൈൻഡൊന്നും ചെയ്യാതെ അവിടെ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും ഫോണിലൂടെ. അപ്പോൾ ഈ ഒരു മ്യൂസിക് ഡയറക്ടർ അവരുടെ മുന്നിൽ വന്നിരുന്നിട്ടും ഇവരൊന്നും മൈൻഡ് ചെയ്യാത്തിട്ട് അയാൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചുമച്ചൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പെണ്ണ് യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. ആ കോറസ് പാടിയ ആളുകളോടൊക്കെ പുറത്ത് വരാൻ പറഞ്ഞിട്ട് അവരും അവിടെ തന്നെ ഉണ്ട് ഈ പെണ്ണിൻ്റെ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് തീരെ ഒരു ബഹുമാനമൊന്നും കൊടുക്കാതെ കണ്ടിട്ട് തന്നെ രാധികയ്ക്ക് ചെറിയൊരു പുച്ഛമൊക്കെ ആ പാട്ടുകാരോടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ ആകെ ഒരു ചെറിയൊരു ചമ്മലൊക്കെ വരികയാണ്, കാരണം അത്രയും പ്രശസ്തനായിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു പാട്ടുകാരി അയാളെ മൈൻഡ് പോലും ചെയ്യാതെ ഒരു വില പോലും കൽപ്പിക്കാതെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫോണിൽ കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, അനു ഞാൻ ഇന്ന് നേരത്തെ തന്നെ പോകും, പിന്നെ എനിക്കിങ്ങനെ മടുത്തടി ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ മടുത്ത്, ഞാൻ ഇന്ന് എവിടേക്കെങ്കിലും കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വിട്ട് നിന്നാലൊന്ന് ആലോചിക്കുന്നത്. പിന്നെ കുറച്ച് പ്രശസ്തിയൊക്കെ ഉണ്ട്, കുറേ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളുടെ ആ ഒരു അഹങ്കാരം ജാടമൊക്കെ അങ്ങനെ ഫോണിലൂടെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മ്യൂസിക് ഡയറക്ടർ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന പോലെയൊക്കെ അയാളങ്ങനെ അവിടെ നിന്ന് ഈ പെണ്ണ് എങ്ങനെയെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള മട്ടിൽ അവിടെ ഇരിക്കണം. അപ്പോൾ ഈ പെണ്ണ് പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് സർ പറയൂ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഈ ഒരു പാട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോണൊക്കെയാണ്, അതുകൊണ്ട് ഇതൊന്ന് നോക്കുകയല്ലേ, പാട്ടൊന്ന് ഇതിൻ്റെ ഒന്ന് പല്ലവി ഒന്ന് പാടി നോക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇയാൾ ഈ ഒരു പാട്ടുകാരനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ആ പാട്ടുകാരി പറയുന്നുണ്ട്, അല്ല സാറിന് റിഹേഴ്സൽ വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, റിഹേഴ്സൽ ഇല്ലാതെ ഞാൻ ആരെയും പാടിപ്പിക്കാറില്ല, ഒന്ന് റിഹേഴ്സൽ പോകണം, കാരണം ഈ പാട്ടെന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഇതിൻ്റെ വരികളും എല്ലാം ഡിഫറെൻ്റ് ആണ്, ഇതിൻ്റെ ഈണം എല്ലാം ഒന്ന് നോക്കിയിട്ട് പാടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പെണ്ണ് അതിനൊന്നും ഒരു വില കൽപ്പിക്കാതെ ഈ പെണ്ണ് പറയുന്നുണ്ട്, അതെ ഞാൻ അങ്ങനെ റിഹേഴ്സൽ ചെയ്യാറേ ഇല്ല, ഡയറക്റ്റായിട്ട് അങ്ങ് പോയി പാടാറാണ്, അതാണ് എൻ്റെ ശീലം എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഇത് നിങ്ങളുടെ ശീലമല്ലേ റിഹേഴ്സൽ, പക്ഷേ എൻ്റെ ശീലം അങ്ങനെ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ തന്നെ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് ട്രൈ ചെയ്താൽ മതി, ഞാൻ അങ്ങനെ ഒന്നും നേരിട്ട് അങ്ങ് പാടാൻ വേണ്ടി വിടാറില്ല, സോറി മാഡം എന്നൊക്കെ ഇങ്ങനെ ഈ മ്യൂസിക് ഡയറക്ടറും പറയാണ്. അപ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട്, എന്തായാലും പല്ലവി ഒന്ന് പാടി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ അടുത്തുനിന്ന് അങ്ങനെ ആ ഒരു പാട്ടിൻ്റെ ലിറിക്സ് അങ്ങ് വാങ്ങാണ്. എന്നിട്ട് പാടി നോക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വീണ്ടും അങ്ങ് ഫോൺ വിളിക്കുകയാണ്. ആ ഫോൺ വിളിച്ചിട്ട് അതിൻ്റെ ഏതോ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ ഓരോ സംസാരിക്കുന്നുണ്ട്, ഞാൻ നാളെ മുംബൈ എത്തും, പിന്നെ ചെന്നൈ എത്തും, പിന്നെ അവിടെ നിന്ന് നേരെ ഇവിടെ പോകുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ചാടയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമും ആ ഒരു പെണ്ണിനാകെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ എന്നൊക്കെ മുന്നേ പറഞ്ഞതായിട്ടും ഉള്ള സമയത്ത് ഈ പെണ്ണ് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ആ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ചെറിയ കലിയൊക്കെ അങ്ങനെ കയറി വരുന്നുണ്ട്. രാധികയെ ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് ഒരു പുച്ഛം തോന്നുകയാണ്, എന്താണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ രീതിയിൽ ഇവളിങ്ങനെ ആ ഒരു പെണ്ണിനെ നോക്കി അങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്.
അപ്പോൾ ഈ പെണ്ണ് ഈ ഫോൺ വിളി കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്, ആ പറഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഒന്ന് പാടി നോക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ പെണ്ണ് വീണ്ടും അങ്ങ് പാടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ പെണ്ണ് ഇങ്ങനെ ഒരു ക്രിസ്മസ് സ്തുതി പോലത്തെ ഒരു പാട്ടാണ്. അപ്പോൾ ഇവരിങ്ങനെ പാടുന്നുണ്ട്. പക്ഷേ ആ പെണ്ണിന് അത്രയ്ക്ക് അയാളുടെ ആ ഒരു മനസ്സിലുള്ള ഈണം പോലെ അങ്ങ് പാടാൻ കഴിയുന്നൊന്നുമില്ല. അപ്പോൾ ഈ പാട്ടുകാരിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുമക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പാട്ടിന് എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട്, എനിക്കിങ്ങനെയൊന്നും ഉണ്ടാവാറില്ല, പക്ഷേ ഈ പാട്ടിനോട് എനിക്കൊരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്, ഇത് കുറച്ചുകൂടി നല്ല ഫീല് വരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട്, ആ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പാട്ട് ഇങ്ങനെ പാടാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പെണ്ണിന് അതിന് കഴിയുന്നതന്നെയല്ല. പക്ഷേ ഈ പെണ്ണിന് വീണ്ടും ഒരു ഫോൺ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഫോൺ വന്നിട്ട് ഇങ്ങനെ വീണ്ടും സംസാരിക്കാൻ അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ പെണ്ണിങ്ങനെ ആ ഫോണിലൂടെ പറയുന്നുണ്ട്, ആ എടാ നിൻ്റെ ലൈഫൊക്കെ തന്നെ ലൈഫ് ഇപ്പോഴും എണീറ്റിട്ടുണ്ടാവില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു ഫോണിലുള്ള ആളിങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ആരാണ് മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട്, ആ മ്യൂസിക് ഡയറക്ടറോ എന്തോ ഒരു പേര് എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ മുന്നിലുള്ള ആളവരെ ആ ഫോൺ വിളിച്ചിട്ട് അങ്ങ് അപമാനിക്കുന്ന പോലെ അങ്ങ് ഇയാൾക്ക് അങ്ങ് തോന്നുകയാണ്. കാരണം അത്ര ഇൻസൾട്ടഡ് ആയിട്ടൊക്കെ അയാളങ്ങ് മുന്നിലിരിക്കുന്ന സമയത്തൊക്കെ ഇയാളുടെ ക്ഷമ ഏകദേശം നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പെണ്ണ് വീണ്ടും അങ്ങ് ഫോൺ വെക്കുകയാണ്. ആ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഈ പാട്ട് വീണ്ടും പാടാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ പെണ്ണ് പറയുന്നുണ്ട്, എനിക്കിതൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല, ഇത് ഒരു ഫീല് കിട്ടുന്നില്ല ഈ പാട്ട്, എനിക്കിതുവരെ ഇതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ പാട്ടിൻ്റെ കുഴപ്പമാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളുടെ കഴിവിനെ കുറ്റം പറയാതെ അവൾ ആ പാട്ടിനെ അങ്ങ് കുറ്റം പറയാണ്. അപ്പോൾ ആ മ്യൂസിക് ഡയറക്ടർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇയാൾ അങ്ങ് ഷൗട്ട് ചെയ്യാണ് ഈ പെണ്ണിനോട്, മേഡം നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾക്കിത് പാടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ പാട്ടിനെ കുറിച്ചല്ല കുറ്റം പറയേണ്ടത്, ഞാൻ നിങ്ങളൊരു 1000 തവണ പറഞ്ഞതാണ് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വരികളാണ്, കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ഈണം എന്നൊക്കെ, എന്നിട്ട് നിങ്ങൾ അതൊന്നും ചെവി കൊണ്ടില്ല, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കാണെങ്കിൽ 11:30 പോകണം എന്നും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിന് മുന്നേ തന്നെ പാട്ട് പാടി തീർക്കേണ്ടതാണിത്, എന്നിട്ട് നിങ്ങളെന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇവിടെ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുക, തീരെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഇവിടെ എത്ര പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതിന് ചുറ്റും എത്ര പേരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നത്, നിങ്ങളുടെ പാട്ടിന് വേണ്ടിയിട്ട് ആ കോറസ് പാടിയ കുട്ടികളൊക്കെ എത്ര മനോഹരമായിട്ട് പാടി ഇറങ്ങി, എന്നിട്ട് നിങ്ങളോടൊന്ന് പാടാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒടുക്കത്തെ അഹങ്കാരമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ തോരാതെ അങ്ങ് ചീത്ത പറയുകയാണ് ഈ പെണ്ണിനെ. അപ്പോൾ ഈ പെണ്ണ് അവളിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത്, ഞാൻ ഒരുപാട് പാട്ട് കേട്ടതാണ്, എനിക്കാണെങ്കിൽ ഒരുപാട് സ്റ്റുഡിയോക്കാരും കാത്തിരിക്കുന്നൊരു ഗായികയാണ് ഞാൻ, പിന്നെ ഞാൻ ഈ പാട്ട് പാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഈ പാട്ട് പാടാൻ വരില്ല, കാരണം ഞാൻ ഉപേക്ഷിച്ച പാട്ട് പിന്നെ വേറെ ആരും പാടാൻ വരില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ നഷ്ടം, എനിക്ക് ഈ പാട്ട് പാടാൻ സൗകര്യമില്ല, ഇത്ര അഹങ്കാരം കാണിച്ച നിങ്ങളുടെ മുന്നിലൊന്നും എനിക്ക് പാട്ട് പാടി നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകാൻ തന്നെ താല്പര്യമില്ല, ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണങ്ങ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ മ്യൂസിക് ഡയറക്ടർ പറയുന്നുണ്ട്, അയ്യോ മേഡം നിങ്ങളങ്ങനെ പോകല്ലേ, നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഡയറക്ടർക്ക് കൊടുക്കേണ്ടതാണ് ഈ പാട്ട്, ഇനി വേറെ ടൈമൊന്നുമില്ല, ആകെ ഈ ഒരു സമയം മാത്രമേ ഉള്ളത്, നിങ്ങളൊന്ന് പാടിയിട്ട് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പെണ്ണ് വീണ്ടും അവളുടെ അഹങ്കാരത്തിൽ അങ്ങ് സംസാരിക്കണം. ആ പെണ്ണ് പറയുന്നുണ്ട്, എനിക്ക് പാടാൻ സൗകര്യമില്ല, നിങ്ങളെപ്പോലെ ഒരു അഹങ്കാരിയായ ഒരാളോട് കൂടി എനിക്ക് പാടാൻ ഇനി ഒട്ടും തീരെ താല്പര്യമില്ല, ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവരുടെ അവസ്ഥ ഒന്നും നോക്കാതെ അവൾ അങ്ങ് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഈ സ്റ്റുഡിയോയിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകാൻ നിൽക്കണം. അപ്പോൾ അവിടേക്ക് ആ ഒരു സ്റ്റുഡിയോയുടെ ഓണറും പെട്ടെന്ന് അങ്ങ് വന്നിട്ട്, മേഡം നിങ്ങൾ പോകരുത് മേഡം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പെണ്ണ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആരാണ് അതൊക്കെ പറയാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഞാൻ ഇതിൻ്റെ ഓണറാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതിനർത്ഥം ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ, നിങ്ങളെന്തിനാണ് ഇതിലൊക്കെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പോൾ പിന്നെ മാസം കിട്ടുന്ന ആ ഒരു വാടകയും പിടിച്ചിട്ട് അങ്ങ് നിന്നാൽ പോരെ, എന്തിനാണ് ഈ കാര്യത്തിലൊക്കെ ഇടപെടാൻ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ പെണ്ണ് അവരോടും കൂടി അങ്ങ് ചീത്ത പറയാണ്. എനിക്കിതിന് സൗകര്യമില്ല, ഇങ്ങനെ അഹങ്കാരികളായ ആളുകളോടൊന്നും കൂടി വർക്ക് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഇനി വേറൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുകാർ ഇത് പാടാനും പോകുന്നില്ല, ഞാൻ ഉപേക്ഷിച്ചൊരു പാട്ടല്ലേ, അതുകൊണ്ട് ഇതൊന്നും പാടാനും ആരും വരാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണ് അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പോൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഈ ഒരു ഓണർ പറയുന്നുണ്ട്, സാറിനൊന്ന് ക്ഷമിച്ചൂടായിരുന്നോ, എങ്ങനെയെങ്കിലും ഒന്ന് പാട്ട് പാടി കഴിഞ്ഞിരുന്നെങ്കിൽ അതുവരെ സാറിനൊന്ന് മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ എന്നൊക്കെ അങ്ങനെ ഇയാളോട് പറയണം. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനും ഞാൻ ആവോളം ക്ഷമിച്ചതാണ്, പക്ഷെ അവളുടെ ആ ഒരു അഹങ്കാരമൊക്കെ കണ്ടിട്ട് എനിക്ക് പറയാതെ വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ഒരു റെക്കോർഡിങ് സ്ഥലത്തേക്ക് അങ്ങ് പോയി നിരാശനായിട്ട് അങ്ങ് ഇരിക്കണം.
അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ഓണർ, ഈ ഒരു സ്റ്റുഡിയോയുടെ ഓണർ വന്നിട്ട് ഈ മ്യൂസിക് ഡയറക്ടറോട് പറയുന്നുണ്ട്, സാർ എനിക്കൊരു ഐഡിയ ഉണ്ട്, നമുക്ക് വേറൊരാളെ കൊണ്ട് എന്തായാലും പാടിപ്പിച്ചാലോ, നാളെ എന്തായാലും റെക്കോർഡിങ് തിരിച്ച് നമുക്ക് പ്രൊഡ്യൂസർക്ക് കൊടുക്കാറുള്ളതല്ലേ, അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വേറൊരാളെ കൊണ്ട് പാടിപ്പിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർ ചോദിക്കുന്നുണ്ട് അതിന് പാടാൻ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് അത് പിന്നെ നമ്മുടെ ശ്യാമ മേഡം ഇല്ലേ, ലോക പ്രശസ്തിയായിട്ടുള്ള ശ്യാമ മേഡം, ആ ശ്യാമ മേഡത്തിൻ്റെ മകളെ കൊണ്ട് പാടിപ്പിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് അമ്മ നന്നായി പാടും എന്നതിൻ്റെ അർത്ഥം എന്തായാലും മകളും അതുപോലെ തന്നെ പാടും എന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇയാളും ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഒരു ഓണർ പറയുന്നുണ്ട് പക്ഷേ ആ കുട്ടി നല്ല പാട്ട് പാടും, അവൾക്ക് നല്ല മ്യൂസിക്കിൻ്റെ ഒരു ചായവും ഉണ്ട്, അതുമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, അവളാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ കോറസ് പാടാൻ വേണ്ടിയിട്ട് അവളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അങ്ങനെ പറയാണ്. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർ നേരെ അവളോട് അങ്ങ് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് പാടാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ നേരെ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഓണർ നേരെ രാധികനെ അങ്ങ് വിളിക്കുക, രാധിക നീ ഒന്ന് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടർക്ക് അതിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ പറയുന്നുണ്ട് നിങ്ങൾക്ക് പാടാൻ കഴിയില്ല എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഈണാണ്, ഒന്ന് ശ്രമിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ ആ ഒരു റെക്കോർഡിങ്ങിൻ്റെ ഏരിയയിൽ അങ്ങ് വന്നിരിക്കുകയാണ് ഇയാൾ. അപ്പോൾ ഈ രാധിക ഇങ്ങനെ അവരോട് വന്നിട്ട് പറയുന്നുണ്ട്, സർ അയ്യോ ഞാൻ ശരിക്കും പാട്ട് പാടാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഞാൻ ഇവിടേക്ക് ഭക്ഷണം തരാൻ വേണ്ടി വന്നതാണ്, ആറ്റുവാശ്ശേരി സദ്യ, ഇപ്പോൾ അതാണ് എൻ്റെ ബിസിനസ്, ഞാനിപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭക്ഷണം വേണ്ടി തരാൻ വന്ന സമയത്ത് സാറ് എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ് കോറസ് പാടാൻ, അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് അങ്ങ് സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നിന്നതാണ്, അല്ലാതെ ഞാൻ പാട്ട് പാടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന ഒരാളൊന്നും അല്ല എന്നുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർ പറയുന്നുണ്ട് അത് ശരി, അപ്പോൾ നിനക്ക് അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ അവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവൾക്ക് ആ ഒരു പാട്ടിൻ്റെ ലിറിക്സ് അങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ ആ ലിറിക്സൊക്കെ നോക്കിയിട്ട് ആദ്യം അവളുടെ മുഖഭാവം അങ്ങനെ കാണുമ്പോൾ അവൾക്ക് കഴിയില്ല എന്നുള്ള മട്ടിലാണ് അവൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ആ പിറകിലുള്ള കോറസുകാരും അങ്ങനെ അവൾക്ക് കൂട്ടായിട്ട് അങ്ങ് പാടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവൾ ആ ഒരു പാട്ടങ്ങ് മനോഹരമായിട്ട് അങ്ങ് ഒരു ട്രെയിനിങ് തന്നെ ആ ഒരു മനോഹരമായിട്ട് അങ്ങ് പാടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ ഡയറക്ടർ പറയുന്നുണ്ട് ഇത് കൊള്ളാലോ, നീ എന്തായാലും സ്റ്റുഡിയോയിൽ കയറി നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ അങ്ങ് റെക്കോർഡിങ്ങിലേക്ക് അങ്ങ് വിടാണ്. അപ്പോൾ ഇവൾ നേരെ അങ്ങ് റെക്കോർഡിങ്ങിലേക്ക് അങ്ങ് കയറിയിട്ട് അവൾ ആ പാട്ട് വളരെ മനോഹരമായിട്ട് അങ്ങ് പാടി തീർക്കുകയാണ്. അത്രയും നല്ല രസത്തിൽ അങ്ങ് പാടുമ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർക്ക് ഭയങ്കരമായിട്ട് ആ ഒരു പാട്ട് അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. ഇത്രയും ഒരു അഡ്വൈസ് പോലും കൊടുക്കാതെ ഇത്രയും മനോഹരമായിട്ട് പാടുന്നുണ്ട് എന്നുള്ള മട്ടിൽ അയാൾ അങ്ങനെ അവളുടെ പാട്ട് നന്നായിട്ട് അങ്ങ് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ആസ്വാദനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ രാധിക അങ്ങ് പാട്ടൊക്കെ പാടി പുറത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. പുറത്ത് വരുന്ന സമയത്ത് തന്നെ ഈ മ്യൂസിക് ഡയറക്ടർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവളോട് സംസാരിക്കുന്നത്. അപ്പോൾ അവളോട് പറയുന്നുണ്ട് ഇത്രയും മനോഹരമായിട്ട് നീ പാടുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല, ഞാൻ വിചാരിച്ച അമ്മനെ പോലെ ഒന്നും മകൾക്ക് പാടാൻ കഴിയില്ല എന്ന്, അതുകൊണ്ടാണ് നിൻ്റെ കഴിവൊന്നും ഞാൻ മുന്നേ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിൻ്റെ കഴിവ് നിനക്ക് ഉണ്ടാവില്ല എന്നുള്ള മട്ടിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നീ അത്രയും മനോഹരമായിട്ട് പാടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് അങ്ങനെ ക്ഷമിക്കാനൊന്നുമില്ല, ഞാനതിന് പാട്ട് പാടാൻ വേണ്ടിയിട്ട് വന്നതൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവളും പറയാണ്. അപ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് ഇവൾ ഒരുപാട് അങ്ങ് എന്താ പുകഴ്ത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റുഡിയോയുടെ ഓണർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, സർ അല്ല നമ്മൾ ഈ പാട്ടുകാർക്കുള്ള ചെക്ക് അവിടെ ഉണ്ട്, അപ്പോൾ പേരെ എഴുതിയിട്ട് ആ ചെക്ക് കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ പറയുന്നുണ്ട് എന്നാൽ രാധിക എന്നുള്ള പേര് എഴുതിയിട്ട് ആ ചെക്ക് അവൾക്ക് അങ്ങ് കൊടുത്തേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട് സർ ഞാൻ പൈസക്ക് വേണ്ടിയിട്ടൊന്നും അല്ല പാടിയത്, എനിക്കതൊന്നും വേണമെന്നൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അവൾ പറയുന്നുണ്ടെങ്കിൽ ഈ മ്യൂസിക് ഡയറക്ടർ സമ്മതിക്കുന്നില്ല. പാട്ട് പാടിയതിന് അതിനുള്ള കൂലി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ചെക്കിൽ രാധികയുടെ പേര് എഴുതിയിട്ട് അവൾക്ക് അങ്ങ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് മ്യൂസിക് ഡയറക്ടർ പറയുന്നുണ്ട് അല്ല ഇനി ഇപ്പോൾ പ്രൊഡ്യൂസർമാർ കൂടിയിട്ട് വരും ഇപ്പോൾ ഇങ്ങോട്ട്, അപ്പോൾ അവരുടെ ആ ഒരു കയ്യിൽ ഈ പാട്ട് അങ്ങ് കൊടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് സന്തോഷവാനാണ്, ഈ പാട്ട് അത്രയും മനോഹരമായിട്ട് അയാൾ വിചാരിച്ച പോലെയൊക്കെ അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. എന്നിട്ട് ആ ചെക്ക് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആണ് നമ്മുടെ പ്രൊഡ്യൂസർമാരായിട്ടുള്ള നമ്മുടെ സുകുമാരി മുത്തശ്ശിയും നമ്മുടെ പ്രിയങ്കയും കൂടിയായിട്ട് അങ്ങ് കയറി വരുന്നത്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അല്ല കൊടുക്കാൻ വരട്ടെ, ഇവളെന്തായാലും ഈ സിനിമയിലേക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുകുമാരി മുത്തശ്ശി അങ്ങ് കയറി വരുന്നത്. അപ്പോൾ പിന്നെ ഈ പ്രൊഡ്യൂസറൊക്കെ ഞെട്ടിയിട്ട് അങ്ങ് നിൽക്കുകയാണ്, എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും വന്നിട്ട് അങ്ങ് പറയണം ഞങ്ങളുടെ സിനിമയിലേക്ക് ഈ ഒരു പെണ്ണിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കേണ്ട, ഇവളുടെ പാട്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ട എന്നുള്ള കാര്യം അങ്ങ് പറയണം. അപ്പോൾ തന്നെ രാധികയ്ക്ക് കാര്യം മനസ്സിലായിട്ട്
ഇരിക്കുകയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും കൂടിയിട്ട് സിനിമയാണിത്. അതിലേക്കാണ് തന്നെ പാട്ട് പാടാൻ വേണ്ടി വിളിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ആ ഡയറക്ടറും പറയുന്നുണ്ട്, എൻ്റേതെന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. അപ്പോൾ ആ പാക്കേജിലുള്ള കാര്യമൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആര് പാടിയാലും പാടിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓണറും കൂടിയിട്ട് ഇയാളെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, മേഡം എന്തറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവിടെ വന്നിരുന്ന ആ പാട്ടുകാരിയില്ലേ, അവൾ കാരനാണ് ഇവിടെയുള്ള പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നിങ്ങളതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവളില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ പാട്ട് പാടാൻ വന്നിരുന്ന ആ മായയില്ലേ, അവൾ പാട്ട് പാടാതെ ഇവിടുന്ന് അവരെ അഹങ്കാരം കാണിച്ച് ഇവിടുന്ന് പുറത്ത് പോയതാണ്. പിന്നെ ഒരു പാട്ട് പാടാനും ആളില്ലാതെ പാടാൻ കഴിയാതെ ഇവിടെ അങ്ങനെ നിന്ന് പോയിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ പെൺകുട്ടി എന്ന് പാടിയത്. അല്ലെങ്കിൽ ഇവൾ പാടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ പാട്ട് തന്നെ നടക്കില്ലായിരുന്നു എന്നുള്ള കാര്യം അങ്ങ് പറയുന്നത്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും പറയുന്നുണ്ട്, പാട്ട് നടക്കുന്നില്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ ഒരു പാട്ട് ഇവൾ പാടിയിട്ട് നമ്മുടെ സിനിമ അങ്ങനെ ഇറങ്ങണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല, അതുകൊണ്ട് ഇവളുടെ പാട്ട് വേണ്ട എന്നൊക്കെ പറയണം. അപ്പോൾ പ്രിയങ്കയും പറയുന്നുണ്ട്, സാറിനറിയോ, ഇവൾ ഏത് ഭാഗത്ത് വന്നാലും അവിടെ നശിച്ചു പോകും. ഇവൾ ഏത് കണക്കിലും ഒരു കുരുത്തമില്ലാത്തൊരു പെണ്ണാണ്. ഇവൾ എവിടെ നിന്നോ അതൊക്കെ നശിച്ചു പോയിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇവളുടെ എല്ലാം നശിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ പറയുന്നുണ്ട്, ഇവളുടെ ഹിസ്റ്ററി വേണമെങ്കിൽ സാറൊന്ന് അന്വേഷിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ ഇവളങ്ങ് പറയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ മ്യൂസിക് ഡയറക്ടർ പറയുന്നുണ്ട്, എനിക്ക് അവരുടെ സ്വഭാവം ബാക്ക്ഗ്രൗണ്ടൊന്നും അന്വേഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല, എനിക്ക് പാടേണ്ടത് നല്ല രീതിയിൽ തന്നെ ഇവൾ പാടി കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഇവൾ തന്നെയായിരിക്കും ഈ പാട്ട് പാടിയത്, ഇത് തന്നെയാണ് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെയാണ് മ്യൂസിക് ഡയറക്ടറും പറയുന്നത്. എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി മിക്കവാറും നമ്മുടെ സുകുമാരി മുത്തശ്ശി ഇവളുടെ ഈ പാട്ട് അംഗീകരിക്കാനും സാധ്യതയില്ല, ആ മ്യൂസിക് ഡയറക്ടർ ഇവളുടെ പാട്ട് അങ്ങ് ഉപേക്ഷിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ബഹളം ഇനി എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് തന്നെ കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ഉർവശിക്ക് എന്തായാലും ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരന് സേരനെ കൊണ്ട് കണിമംഗലത്തേക്ക് അങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ കയറി വരുന്ന സമയത്ത് തന്നെ ഉർവശിയുടെ മുഖത്തുള്ള ആ ഒരു കുരുക്കളും എല്ലാം കണ്ടിട്ട് ഈ ഉർവശിയോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്, എന്താണ് നിൻ്റെ മുഖത്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഉർവശി എന്തായാലും അത് എനിക്ക് അലർജിയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ സാറ പറയുന്നുണ്ട്, ഇത് അലർജിയൊന്നുമില്ല, ഇത് ചിക്കൻ ബോക്സ് ആണ് ചന്ദ്രശേഖർ, ഇതുകൊണ്ട് ഇവളെ ഈ വീട്ടിൽ നിന്ന് കണിമംഗലത്തിൽ നിന്ന് കുറച്ച് ദിവസം പുറത്തേക്ക് അങ്ങ് മാറ്റി പാർപ്പിക്കണം, ഇവളെ ഈ വീട്ടിൽ നിന്ന് നിർത്താൻ പറ്റില്ല, മറ്റുള്ളവർക്കും കൂടി ഒരു സേഫ് അല്ല ഇത് എന്നുള്ള കാര്യമൊക്കെ പറയണം. എന്തായാലും ഉർവശിനെ ആ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്താക്കാനുള്ള അടുത്ത പ്ലാനിങ് ആണ്. അപ്പോൾ ഇനി ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും മാറുക എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. എന്തായാലും ഉർവശിക്ക് നല്ല 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതും ഇനി സേറയും കൂടി കണിമംഗലത്തേക്ക് അങ്ങ് കയറി വന്നാൽ സേറൊക്കെ ഫ്രീ ആയിട്ട് അങ്ങ് അവിടെ വാഴ. കാരണം ഉർവശിയാണെങ്കിൽ ഇങ്ങനെ ഒരു റൂമിൽ അടഞ്ഞിരിക്കേണ്ട ഒരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ